ഹലോ ഗൈസ്, അപ്പൊ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയൊരു ടാസ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ നമുക്ക് ആദ്യം ഞാനിവിടെയൊക്കെ നോക്കട്ടെ, ഒരു ജുറാസിക് വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടെ ഒരു ഒറ്റ ദിനോസറിനെ പോലും ഗൈസ് കാണുന്നില്ല ഗൈസ്. അതെ, പറഞ്ഞു തീർന്നില്ല. അപ്പോഴത്തേക്ക് ദാണ്ട വന്നു നമ്മുടെ ആ ഒരു ദിനോസർ. ഇതൊരു പ്ലാന്റ്സ് ഒക്കെ മാത്രം കഴിക്കുന്ന ഒരു ദിനോസർ ആണെന്നാ തോന്നുന്നത്. നമ്മളെ ഒന്നും ചെയ്യത്തില്ലായിരിക്കും, നമുക്ക് ഈ ഒരു ലുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഇപ്പം ബാക്കിയുള്ള ടൈപ്പ് ദിനോസറിനെ നമ്മളിവിടെ കണ്ടില്ല ഗൈസ്. അപ്പം നമുക്ക് നൈസ് ആയിട്ട് അതിന്റെ അടുത്തൊക്കെ പോയി നിൽക്കാം. ഇപ്പൊ ഇവിടെ പാത്തിക്കുന്ന കാര്യമൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. എന്നിട്ട് അതിനടുത്ത് പോയി നിന്നിട്ട് നമുക്കൊരു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുക്കാം. കുഴപ്പമില്ല ഗൈസ്, പെട്ടെന്ന് നമുക്ക് പോയി അതിനെ കാണാം. കണ്ടിട്ട് നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാം. അപ്പൊ ഞാനിവിടെ പതുങ്ങിയൊക്കെയാണ് പോകുന്നത്. പക്ഷെ അതിന്റെ ഒരു കാര്യമില്ല ഗൈസ്, അതൊന്നും ചെയ്തില്ല നമ്മളെ. ഇപ്പൊ ഞാൻ തന്നെ അടുത്തോട്ട് ചെല്ലാണ്. അതിന്റെ അടുത്ത് എന്നിട്ട് നോക്കട്ടെ ഗൈസ്. ആദ്യമായിട്ടാണ് ഒരു ദിനോസറിനെയൊക്കെ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്. അപ്പം ഡൈനോ ചേട്ടനെ നമുക്ക് അടുത്തുനിന്ന് കാണാം. ഇതാ അതിനെ ഒന്ന് അടുത്ത് കാണാണ്. എന്തൊരു വലിപ്പമാണ് ഗൈസ്, ഭയങ്കര വലിയൊരു ദിനോസറാണിത്. പക്ഷെ ഇത് പ്ലാന്റ്സ് ഒക്കെ കഴിക്കത്തുള്ളെന്നാ തോന്നുന്നത്, അതുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്യത്തില്ലായിരിക്കും ഇത്. ഇപ്പൊ ഗൈസ് നമുക്കിത് കണ്ടോ ഗൈസ്, എത്ര വലുതാണെന്ന് നോക്കി. വലിയൊരു ദിനോസറാണ് നമ്മുടെ അടുത്തിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ദിനോസർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നൈസായിട്ട് ഈ ഹെലികോപ്റ്ററിനകത്ത് കയറിയിട്ട് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഇവിടെ വേറെ ദിനോസർ വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പൊ ഞാനെന്റെ ഹെലികോപ്റ്ററിന് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മുകളിലേക്ക് പോകാം. പോയിട്ട് നമുക്ക് നോക്കാം ഈ വേറെ എവിടെയെങ്കിലും ഒരു ദിനോസർ, വേറെ ഏതെങ്കിലും ടൈപ്പിലത്തെ ദിനോസർ ഉണ്ടോ നമുക്ക് നോക്കാം ഗൈസ്. പക്ഷെ ഇവിടെ എങ്ങും ഒന്നിനെയും കാണുന്നില്ല ഗൈസ്. ഇവിടെ അയ്യോ, ഇപ്പൊ തീർന്നു ഗൈസ്, ഇവിടെ തീർന്നു ഗൈസ്. എന്റെ കാല് തെറ്റി ഞാൻ അറിയാതെ താഴെ വീണു ഗൈസ്. അപ്പം ഇനി അടുത്തത് വീണ്ടും ഞാനിവിടെ ഒന്നുകൂടെ നോക്കാൻ പോവാണ്. ഞാൻ ഹെലികോപ്റ്റർ വീണ്ടും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഹെലികോപ്റ്ററിനകത്ത് ഞാൻ ഇവിടെയൊക്കെ നോക്കട്ടെ, ഇവിടെ വല്ല ഒരു ദിനോസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അവിടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്, വളരെ ചെറുതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അപ്പുറത്താണ് നമ്മുടെ സിറ്റി കാണുന്നത്, വലിയ ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് താഴോട്ട് കൊണ്ടുപോകാൻ നോക്കുവാണ് ഗൈസ്. അപ്പൊ ഞാനിത് താഴോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഇച്ചിരി പാടുപെട്ടു, എങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനിവിടെ താഴെ ലാൻഡ് ചെയ്യാനുള്ള ഒരു പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഗൈസ്. നൈസ് ആയിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഞാനിവിടെ കണ്ട് ഈ ഒരു മൈതാനത്ത്, അഥവാ ഒരു കുന്നിൻ ചെരുവാന്ന് തോന്നുന്നു, ഇവിടെ ഞാനിവിടെ ഇറക്കാൻ പോവാണ് ഹെലികോപ്റ്റർ. ഇവിടെ ഹെലിപാഡ് ഒന്നും ഇല്ല, അപ്പൊ ഇവിടെ നൈസായിട്ട് ഇറക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി വരുത്തി നമുക്ക് പോകാം. ഇപ്പൊ ടൗണിലേക്ക് പോകണം. അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങി നൈസായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഒരു കാറ് വരുത്തിച്ചിട്ട് പോവാം. നമുക്കൊരു പോഷ് കാറിനകത്ത് തന്നെ പോവാം. ഇച്ചിരി ഒരു ഗമയിലൊക്കെ പോകണ്ടല്ലേ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഞാനിവിടെ റോൾസ് റോയ്സ് ഒക്കെ തന്നെ വരുത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കയറി നൈസായിട്ടൊക്കെ പോവാം. ഭയങ്കര സ്പീഡിലൊക്കെ തന്നെ നമ്മുടെ കാറ് പോകുന്നുണ്ട് ഗൈസ്. ശേഷം അവിടെ സിറ്റിയിലോട്ട് നമുക്ക് പോവാം ഗൈസ്. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്റെ ഓടിപ്പിന്റേതാണോന്ന് അറിയില്ല. വണ്ടി ഒരു സൈഡിലേക്ക്, അത് കുഞ്ചെരിയിലായിട്ടാണോന്ന് അറിയത്തില്ല, ഒരു സൈഡിലോട്ടൊക്കെ ചരിഞ്ഞെരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടൗണിലേക്ക് എത്താൻ വേണ്ടി നോക്കാം. ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. Flashing red lights, driving at night, windowless ride, feeling alive, nothing in sight, forever in flight, follow those lines, we'll make it this time, blurry street lights, work as a guide to memories that we'll make it tonight, oh yeah, we'll make it tonight. എന്റെ രണ്ടും ഗൈസ്. അപ്പൊ എന്റെ ഈ വെള്ളത്തിൽ പോയി മണലിനകത്ത് ഇടിച്ചിട്ട് അതിനകത്ത് പോയി ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇതൊന്നും പറ്റിയില്ല, വെള്ളം കുടിച്ച് ചത്തില്ല. അപ്പൊ ഞാനിവിടെ കരയിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും അവിടെ നമ്മളൊരു പൾസർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കയറി നമുക്ക് ഇനി ടൗണിലേക്ക് പോവാം ഗൈസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ പോകാം. ഒരുപാട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ
എന്തോ പരിപാടിയൊക്കെയാണെന്നാ തോന്നുന്നത്. എല്ലാവരും ബീച്ചിലൊക്കെ കുളിക്കാനൊക്കെ വന്നതായിരിക്കും. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് ചെല്ലാം. ഞാൻ കുറച്ച് ഓടി എത്തിയിട്ടുണ്ട്. ഇപ്പൊ പൾസറൊക്കെ തന്നെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് ചെല്ലാം. വലിയ ട്രാഫിക് ഒന്നും വരുത്തിയിട്ടല്ല. ഇപ്പൊ ഇടയ്ക്കൂടെ ഒക്കെ പെട്ടെന്ന് കൊണ്ടുപോവാം. ഇപ്പൊ കുറച്ച് ദൂരം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് സിറ്റിയിലേക്ക് ഒരുപാട് പോകണമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഗൈസ് ഇവിടെ എത്തിയപ്പോ ഞാൻ തന്നെ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ്ട് ഇവിടെ ഒരു സ്ഥലം കണ്ട്. അവിടെ ഒരു റേസിങ്ങിനൊക്കെ പറ്റിയ പോലത്തെ ഒരു ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടു. അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വണ്ടി തിരിച്ചു. അപ്പം ഈ റോഡ് കയറിയിട്ട് നമുക്ക് കണ്ടില്ലേ കുറച്ച് ഇത് കണ്ടെയ്നറുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഇതിനകത്തൂടെ ഒന്ന് ജമ്പ് ചെയ്യാം. അതുകൊണ്ട് അവിടെ ഒരു കണ്ടെയ്നർ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. അപ്പൊ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഞാൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഈ റോഡ് ക്ലോസ് ചെയ്തിട്ട് നൈസായിട്ട് തന്നെ നമുക്ക് ഇറങ്ങാം. പക്ഷെ ഇതില് പാളിപ്പോയി ഗൈസ്. ആദ്യത്തെ ശ്രമം പാളി. നമുക്കിനി അടുത്ത ശ്രമത്തിൽ അതിൽ കൂടെ കയറാൻ പറ്റുമോ നോക്കാം. അപ്പൊ വളരെ സൂക്ഷിച്ചു വേണം ഗൈസ് പോവാനായിട്ട്. വളരെ പാടാണ്, റിസ്ക് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആണിത്. അത് എല്ലാം കൂട്ടിമുട്ടിയിട്ടില്ല. അപ്പം ഇച്ചിരി പാടാണ് ഇതിനകത്തൂടെ കയറ്റി ഇറക്കാന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം. പറ്റിയില്ലെങ്കിൽ നമുക്ക് പോവാം ഗൈസ്. അപ്പൊ നോക്കാം ഇതിനകത്തൂടെ കയറ്റി ഇറക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ ഗൈസ് ഞാനിവിടെ വീണ്ടും ഒന്നുകൂടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു നിർത്തിയിട്ട് ഞാൻ വീണ്ടും എടുത്തിരിക്കുകയാണ് ബൈക്ക്. പക്ഷേ ഇത് ചാടി കിടക്കാൻ പ്രയാസമാണ് ഗൈസ്. അപ്പൊ ഞാൻ വീണ്ടും ബൈക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ വളരെ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. പയ്യെ ഒന്ന് കയറി നോക്കാം. ഇവിടെ അയ്യോ താഴെ പോയി ഗൈസ്. അവിടെ ഇച്ചിരി ഒരു ടേണിംഗ് ഇതായിരുന്നു. പക്ഷേ ഇതിൽ അവിടെ പറ്റിയില്ല ഗൈസ്, തിരിക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഈ ശ്രമം ഉപേക്ഷിക്കാം. ഇതത്ര പെട്ടെന്ന് ചാടി കിടക്കാൻ പറ്റില്ല. അവിടുന്ന് വലിയ ഫോമൊക്കെ കാണിച്ചു വന്നേ ഗൈസ്. അയ്യോ ഇതാ പോയി ഇതേ കിടക്കുന്ന കണ്ടില്ലേ. അപ്പൊ എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മുടെ ബൈക്ക് എവിടെ പോയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ വീണ് ഗൈസ്. അപ്പൊ നമ്മുടെ ബൈക്ക് ഇവിടെ കാണുന്നില്ല. നമുക്ക് ആ നിൽക്കുന്ന ചേട്ടനോട് ചോദിക്കാം ഈ ബൈക്ക് എവിടെ പോയെന്ന്. അപ്പൊ ആ ചേട്ടൻ അങ്ങോട്ടോട്ട് നടക്കുന്നുണ്ട്. അവര് കണ്ടു കാണുമല്ലോ നമ്മള് വീണ. എന്തായാലും നാണം കിട്ടും. അപ്പൊ ചോദിച്ചു നോക്കാം ബൈക്ക് എന്തേന്ന്. അപ്പൊ ഞാൻ തന്നെ ആ ചേട്ടന്റെ അടുത്തൊക്കെ ചെന്ന് നിൽക്കുന്നുണ്ട്. ചേട്ടനോട് ചോദിക്കാനും ചേട്ടൻ നിൽക്കുന്നില്ല. ഹലോ ചേട്ടാ, എന്റെ ബൈക്ക് ഉണ്ടോ ചേട്ടാ? ഞാൻ ഇവിടെ നിന്ന് ചെറുതായിട്ട് വീണായിരുന്നെന്ന് സ്കിപ്പായി ഒന്ന് വീണ് ചേട്ടാ. എന്റെ ബൈക്ക് ഉണ്ടോ ചേട്ടാ? മോനെ ബൈക്കോ? ബൈക്ക് ഞാൻ വല്ലതും വീണായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ മോനെ. പോട്ടെ ചേട്ടാ. ചേച്ചി ഇവിടെ എന്റെ ഒരു ബൈക്ക് വീണു ചേച്ചി. ഞാൻ ബൈക്കുമായിട്ട് താഴെ വീണ ചേച്ചി കണ്ടായിരുന്നോ ചേച്ചി? എന്റെ ബൈക്ക് അപ്പൊ ഗൈസ് ചേച്ചിക്കൊന്നും അറിയാൻ വയ്യ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്തായാലും നൈസായിട്ട് അങ്ങ് ഇവിടുന്ന് പോകാം. അപ്പൊ നമ്മൾ അതിനായിട്ടൊരു റോൾസ് റോയ്സ് വരുത്താൻ പോകണം ഗൈസ്, ടൗൺ സിറ്റിയിലോട്ട് പോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വന്ന് പിടിക്കുന്നുണ്ട് കാറിലൊക്കെ. റോൾസ് റോയ്സ് ആയിട്ട് എനിക്ക് എല്ലാവരും ഭയങ്കര ലുക്കൊക്കെ കണ്ടിട്ട് വന്ന് പിടിച്ചു നോക്കുകയാണ്. ഈ ചേച്ചി ഇവിടെ താഴെ വീഴുകയും ചെയ്തു ഗൈസ്. അപ്പൊ നമുക്ക് നൈസായിട്ട് തന്നെ ഇവിടെ നിന്നൊക്കെ പോവാം ഗൈസ്. അപ്പം നമ്മള് നൈസായിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാണ്. ഇവിടെ ഒരു ചേച്ചി കൂടെ ഇടിച്ചിട്ടിട്ടുണ്ട്. കാറ് പൊങ്ങിയൊക്കെ പോകുന്നുണ്ട്. എന്തായാലും സീനായി ഗൈസ്. ഇനി പോലീസ് വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ ഒരു കാറിനെ ഇടിച്ചിട്ടുണ്ട്. പോലീസ് വരുന്നതിന് മുമ്പേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ പേരിൽ കേസ് എടുക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാം ഗൈസ്. അപ്പൊ ഞാൻ ഇനി സിറ്റിയിലേക്ക് പോവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നൈസായിട്ടങ്ങ് സ്കൂട്ടാവാം ഗൈസ്.